ഹലോ ഫ്രണ്ട്സ്, ത്രിപിൾ 8 ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. പിന്നെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. ഞാൻ ഇന്ന് നോക്കുന്നത് എന്തോ ഒരു വിഷമം അവരെ അലട്ടുന്നു. എന്താണ്? എന്തോ ഒരു വിഷമം ആ വ്യക്തിനെ അലട്ടുന്നുണ്ട്. നോക്കിയാലോ? Page of Cup, Empress, Knight of Pentacle, Page of Pentacle, Two of Swords, King of Pentacle, World, Queen of Wands, King of Cup, Five of Sword, Page of Sword, Death card, Seven Cup, Eight of Sword, bottom, Six of Cup. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് കപ്പാണ്. നിങ്ങളുമായിട്ട് ഹൃദയം തുറന്ന ആ വ്യക്തിക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിൻ്റെ മനസ്സിൽ വിഷമങ്ങളുണ്ട്, അതൊക്കെ പറയണം. ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആ സ്നേഹം നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് എന്തൊക്കെയോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ അതൊക്കെ പറഞ്ഞ് ക്ലിയർ ആകണം. അതിനുള്ള ഒരു പുതിയ പദ്ധതിയാണ് ആ വ്യക്തി ആസൂത്രണം ചെയ്യുന്നത്. പേജ് കപ്പ് എന്തെങ്കിലും തെറ്റുകളെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുകളെല്ലാം തിരുത്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെച്യൂരിറ്റി ഇല്ലാതെ എന്തൊക്കെയോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു ഈ വ്യക്തിയിലുണ്ടായ ആ ട്രസ്റ്റ് വീണ്ടെടുക്കണം. അത്രയും നിറഞ്ഞൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക്, നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് അതൊക്കെ. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ ആ വ്യക്തിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ. ആ വ്യക്തിയുടെ ഇന്നസെൻ്റായ ഒരു ഇമച്യൂർഡായ പ്രവൃത്തി കൊണ്ട് എന്തോ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിനെ തിരിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കുന്നു കേട്ടോ. ആ വ്യക്തിയുടെ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ ആ വ്യക്തി തയ്യാറല്ല, നിങ്ങൾക്ക് തന്നെ തരണം എന്നാണ്. ഒരു പുതിയൊരു പ്രണയമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രണയം മൊത്തം നിങ്ങൾക്ക് തരണം എന്നെല്ലാം ആഗ്രഹിച്ചു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ വ്യക്തിക്ക്, അതിനുള്ള സന്ദർഭം കിട്ടുന്നില്ല. അങ്ങനെയെല്ലാം വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം ആ വ്യക്തിക്ക്. നെക്സ്റ്റ് കാർഡ് എംപ്രസ് ആണ്. അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ സ്നേഹമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതെല്ലാം ആ വ്യക്തിക്ക് അറിയാം. പക്ഷേ നിങ്ങളിൽ നിന്ന് എന്തോ ഒരു പ്രവൃത്തി ഈ വ്യക്തി കാണിച്ചപ്പോൾ നിങ്ങളും തിരിച്ചങ്ങോട്ട് എന്തോ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി ഒരു വിഷമിക്കുന്നത്. അത്രയും ഒരു എംപ്രസ് ആണ് എനിക്ക് യൂണിവേഴ്സ് തന്ന ഒരു ഗിഫ്റ്റായിട്ടല്ലാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. അത്രയും ഒരു ദൈവാനുഗ്രഹത്തോടെ എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾ കൊടുത്ത ആ സ്നേഹമല്ല ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരണം. ആ വ്യക്തി അത് മനസ്സിലാക്കുന്നത്, നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന്റെ ആഴെത്രയാണ് നല്ല മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളെല്ലാം ആ വ്യക്തി കാണുകയാണ് നിങ്ങൾക്ക്. അത്രയും നിങ്ങളൊരു മോഡേൺ ഡ്രസ്സെല്ലാം ഉപയോഗിക്കുന്ന വ്യക്തി ആവാം. ആ വ്യക്തിക്ക് നിങ്ങളോട് അത്രയും ഒരു അൺകണ്ടീഷണലി സ്നേഹമെല്ലാം തോന്നുകയാണ്. അത്രയും ഒരു എനിക്ക് യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റായിട്ടും
എൻ്റെ എന്താ അത്രയും എൻ്റെ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് അബണ്ടൻസും, ആ വ്യക്തിക്ക് എല്ലാ ബാലൻസും, സമൃദ്ധിയും, ആ വ്യക്തിക്കൊരു മനസ്സിന് ഹീലിംഗ് എല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴാണ് ആ വ്യക്തി മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ വ്യക്തി ഇമ്മച്ചോടായിട്ട് എന്തോ പ്രവൃത്തിയും നടത്തിയിട്ടുണ്ട്. അതാണ്, നിങ്ങൾ സ്നേഹം കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയതോ ഇമ്മച്ചോടായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ കൊടുത്ത സ്നേഹം കൊടുത്തത് തന്നെ. അതുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ സാവകാശം ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവൃത്തിയാണ് ചെയ്തു പോയത്. അപ്പം അതിന് മെല്ലെ പതുക്കെ വരുന്നുണ്ട്. വലിയ സ്ലോ ആയിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് വിഷമം ഏറ്റത് അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ കയ്യിലെടുക്കണം. ആ വ്യക്തിക്ക് സൂക്ഷിച്ചിട്ടാണ് ആ വ്യക്തി ഇപ്പം എല്ലാ കാര്യം ചെയ്യുന്നത്. എടുത്തു ചാടി ചെയ്താൽ ഇനി ഇമ്മച്ചോടായിട്ടുള്ള പ്രവൃത്തി ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. നന്നായിട്ട് എനിക്ക് അത്രയും സൂക്ഷിച്ചിട്ട് വെരി സ്ലോ ആയിട്ട്. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ട് ആ വ്യക്തി വളരെ ആക്ഷൻ എടുക്കണമെങ്കിൽ അതിലും സ്ലോ ആണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത്രയും സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെക്കല്ല ആ വ്യക്തിക്ക്. നിങ്ങളെ ഇവിടെ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയപ്പം ആ വ്യക്തിക്ക് ഫിനാൻഷ്യൽ സ്റ്റെക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ വ്യക്തി വളരെ സാവകാശത്തിന് നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എല്ലാ കാര്യങ്ങളും നേരെയാക്കണം. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ തേർഡ് പാർട്ടിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് തേർഡ് പാർട്ടിൻ്റെ ശ്രദ്ധ വേറെ വഴിക്ക് വിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തത് ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങൾക്ക് സ്നേഹമോ പരിഗണനയോ ഒന്നും തരാൻ കഴിയാത്തതിൽ ആ വ്യക്തി വിഷമിക്കുന്നുമുണ്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് തന്നെ പതുക്കെയാണ്. ആ വ്യക്തിക്ക് വരുമ്പോൾ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ പതുക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് തരാത്ത തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളെ നല്ലോണം വേദനിപ്പിച്ചു. അത് തന്നെ ആ വ്യക്തിക്ക് അറിയാം. അപ്പം നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു പെരുമാറ്റം, നിങ്ങൾ എന്ത് ചെയ്താലും പിന്നെ എംബറസിനെ പോലെ പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. നിങ്ങൾ എംബറസാണ്, എന്ത് ചെയ്താലും നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുമായിരുന്നു എപ്പോഴും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ക്ഷമിച്ചില്ല. അപ്പം നിങ്ങളിൽ നിന്ന് എന്തോ ഒരു പ്രവൃത്തി ആ വ്യക്തിനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആ വ്യക്തി ആ വിഷമം ആ വ്യക്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം ആ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ അത്രയും ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നിട്ട് പോകുന്നുണ്ട് ആ വ്യക്തി. ആ വ്യക്തിക്കത് നിങ്ങളോട് പറയാനും കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് തന്നില്ലെങ്കിലും ആ വ്യക്തി വളരെ റിസ്ക് എടുത്തിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എടുത്ത എന്തോ ഒരു എഫേർട്ട് നിങ്ങളത് നിരസിച്ചുവോ? അതാണ് അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടീൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ വ്യക്തി എന്തെല്ലോ എഫേർട്ട് ഇട്ടു. പക്ഷേ നിങ്ങളത് പരസ്യമായിട്ട് റിജക്റ്റ് ചെയ്തു. അതാണ് നിരസിച്ചത് നിങ്ങൾ. ആ വ്യക്തിയുടെ മനസ്സിൽ അത്രയും പേജ് ഓഫ് പെൻഡിക്കൽ, അത്രയും ഒരു മൂല്യമായിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. പേജ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ വ്യക്തി എന്ത് റിസ്ക് എടുത്തിട്ടായാലും അതിനുവേണ്ടി ആ വ്യക്തി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോക്കാക്കി വെക്കണം. ഒന്നിനു വേണ്ടി നിങ്ങളെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി തയ്യാറല്ല. അപ്പം ആ വ്യക്തി അത്രയും ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുന്ന കണ്ടില്ലേ? ആ വ്യക്തി അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ ആ വ്യക്തി കാണുന്നത്. പക്ഷെ ആ വ്യക്തി സാഹചര്യം കൊണ്ട് ആ വ്യക്തി ചെയ്തതുകൊണ്ട് നിങ്ങൾക്കും ഇപ്പം ഭയങ്കര ദേഷ്യമാണ്. നിങ്ങൾ ആ വ്യക്തിനെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളെ ദേഷ്യം മാറ്റാൻ ആ വ്യക്തി എടുക്കുന്ന എഫേർട്ട് എല്ലാം പരാജയപ്പെടുകയാണ്. നിങ്ങൾ പബ്ലിക്കിൽ നിന്ന് തന്നെ ആ വ്യക്തിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ആ വ്യക്തിയുടെ അലട്ടുന്ന വിഷമം. അതാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇപ്പം പെരുമാറുന്നത്, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ആയോ? നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നേ ഇല്ല.
അത്രയൊരു പ്രഷ്യസ് ആയിട്ട് ഒരു സ്റ്റെബിലിറ്റിയോടും കൂടെ പഴയതിലും ശക്തമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളെ നേടണം. രണ്ട് സിറ്റുവേഷനാണ്, കണ്ടു കിട്ടിയ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ തേർഡ് പാർട്ടീൻ്റെ മുന്നിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. രണ്ട് സിറ്റുവേഷൻ കണ്ണു കെട്ടിയ അവസ്ഥ അതൊക്കെ ഉണ്ട് ആ വ്യക്തിക്ക്. അപ്പം നിങ്ങളിൽ നിന്നുണ്ടായ ആ പെരുമാറ്റാണ് ആ വ്യക്തിനെ വളരെ വിഷമിപ്പിച്ചത്. വളരെ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഓരോ എഫേർട്ടെല്ലാം എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നിട്ടും അത് നിരസിക്കുന്നു. എത്ര വിഷമിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് ഇടുന്നത് എന്നാണ് ആ വ്യക്തി ചോദിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് എടുക്കുന്ന എഫേർട്ടിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങൾ നിരസിച്ച് കളഞ്ഞു. അതാണ് ആ വ്യക്തിനെ തളർത്തി കളഞ്ഞത്. അത് ആ വ്യക്തിക്ക് താങ്ങാനേ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തിനെ മറ്റാരും വേദനിപ്പിച്ചാലും ആ വ്യക്തിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു അത് ആ വ്യക്തിക്ക് മറക്കാൻ പറ്റില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. മറക്കാനേ പറ്റുന്നില്ല. നിങ്ങൾ വേറെ ആരും വേദനിപ്പിച്ച പോലെയല്ല, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എത്ര ഞാൻ കഷ്ടപ്പെടുന്നു, അത് ആ വ്യക്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം, എന്ത് സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ തമ്മിലാണ് ഇമോഷൻസ്. ആരെന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷൻസ് അത്രയും വലുതാണ്. വേദനിപ്പിച്ചാലും സ്നേഹിച്ചാലും ഇമോഷൻസിന് ഒരു കുറവുമില്ല. അപ്പം കിങ് ഓഫ് പെന്റിക്കലാണ്. ഒരു വ്യക്തി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടൊരു എല്ലാം നേടി വരികയാണ്. ഫിനാൻഷ്യൽ സ്ട്രഗിളെല്ലാം മാറി നഷ്ടപ്പെട്ടതെല്ലാം ആ വ്യക്തി തിരിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ സമയത്തുണ്ടായ ഗ്രോത്ത് എല്ലാം ആ വ്യക്തി വീണ്ടും പ്രയത്നിച്ച് തിരിച്ചു പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വിജയത്തിൽ തന്നെ ആ വ്യക്തി എത്തിച്ചേരും, നിങ്ങളെ നേടി വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മറ്റുള്ളവര് എന്തൊക്കെ പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചാലും ആ വ്യക്തി അതിനെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായി, ഇവിടെ അതൊക്കെ മറികടന്ന് അത് വീണ്ടും ആ വ്യക്തി അതിനുവേണ്ടി പ്രയത്നിച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിളെല്ലാം മാറ്റിയെടുക്കുകയാണ്. ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാവണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. വേൾഡ് കാർഡാണ്. ആ വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളാണ്. അതാ നിങ്ങളിപ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് അത് ശരിക്കും മനസ്സിലാകുന്നത്. എന്ത് പറഞ്ഞാലും വയ്യത്തന്നെ പോകുമ്പോൾ മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ നല്ല ദേഷ്യപ്പെട്ട് നിൽക്കുമ്പം ആ വ്യക്തി ശരിക്കും മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ലോകം നീ തന്നെയാണ്, നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പറ്റുന്നില്ല എന്ന് ആ വ്യക്തി സമ്മതിക്കുകയാണ് നിങ്ങളോട്. ഒരു കംപ്ലീഷൻ, ആ വ്യക്തിൻ്റെ കംപ്ലീഷൻ പൂർണ്ണമാകുന്നത് നിങ്ങളുണ്ടായാലും മാത്രമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മൊത്തം ഒരു ലോകമെല്ലാം ചുറ്റിക്കറങ്ങണം, അങ്ങനെയെല്ലാം സ്വപ്നം കാണുന്നുണ്ട്. വലിയ ഇഷ്ടം തോന്നാണ്. ഒരു പൂർത്തീകരണമാണ് നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിക്ക്. എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം നേടിയൊരു സന്തോഷമാണ് നിങ്ങളെ ആ വ്യക്തിക്ക്. എംബറസ് അല്ലേ. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, ശക്തമായ തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി കൺട്രോളിൽ വെച്ചിട്ട് തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ നിർത്തിയിട്ട് ആ വ്യക്തിക്ക് അനങ്ങാനും കഴിയില്ല, അങ്ങോട്ട് തിരിയാനും കഴിയില്ല, ഇങ്ങോട്ട് തിരിയാനും കഴിയില്ല. ബ്ലാക്ക് മാജിക്കും ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. പിന്നെ സ്വാർത്ഥമായ ഒരു തേർഡ് പാർട്ടിയാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന തേർഡ് പാർട്ടീൻ്റെ വലയിലായിപ്പോയി ആ വ്യക്തി. അതാണ് ആ വ്യക്തി. ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. അതൊക്കെ ഉള്ളിലിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. പുറത്ത് കാണിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. ആ വ്യക്തി ഒരുപാട് പ്രയത്നിച്ചിട്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷിക്കേണ്ട എന്തെങ്കിലും എല്ലാം ചെയ്യുമ്പോൾ ആ വ്യക്തിനെ നിങ്ങൾ നിരസിച്ച് കളയാന്ന്. അപ്പോൾ ആ വ്യക്തി പറയുന്നത് എന്താ വെച്ചാൽ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി വിഷമിക്കുന്നു. എന്ത് പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അത്രയും ഒരു സ്നേഹത്തിൻ്റെ കിങ്ങാണ്. ഒരു
അങ്ങനത്തെ ഒരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് ആ വ്യക്തിനെ വിഷമിപ്പിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ആ വ്യക്തി നിങ്ങളെ ഒരു തീക്കനൽ പോലെയാണ് സ്നേഹിക്കുന്നത്. അത്രക്കൊരു ഭയങ്കരമായൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളുള്ള. അത്രയും ഒരു തീക്കനൽ പോലത്തെ ഒരു സ്നേഹമാണ് ആ വ്യക്തി മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിനെ വ്യക്തിൻ്റെ ഹേർട്ട് പൊട്ടിക്കോ എന്നുള്ളതാണ്. ആ വ്യക്തി എൻ്റെ ഹേർട്ട് തകർക്കുമോ, ഞാൻ ഇത്രയും സ്നേഹം ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്നെ ഇട്ടേച്ച് പോവോ, എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോവോ എന്നൊക്കെ ആ വ്യക്തി ഭയക്കുന്നുണ്ട്. അതെല്ലാം ആ വ്യക്തിൻ്റെ ഭയം. പക്ഷേ ആ വ്യക്തിക്ക് താങ്ങാനും കഴിയില്ല, അത്രക്ക് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഹേർട്ട് ചെയ്താൽ ആ വ്യക്തിക്ക് അത് താങ്ങാനേ പറ്റില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇവിടെ ആ തേർഡ് പാർട്ടിയെല്ലാം ഒരു വ്യക്തിനെ ഉപയോഗിച്ച് ആ വ്യക്തി തേർഡ് പാർട്ടിയുടെ ആവശ്യത്തിന് യൂസാക്കിയിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് അവർ കൊലച്ചിരിയാൻ ചിരിക്കുന്ന ഒരു തേർഡ് പാർട്ടീനെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കൂ എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. ഇവിടെ പേജസോടാണ് ആ വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ നല്ലോണം സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സെന്താണെന്ന് വായിച്ചെടുക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. നിങ്ങൾ അമ്മാതിരി പെരുമാറ്റാൻ ആ വ്യക്തിക്ക് ഇപ്പം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വീണ്ടും റിസ്ക് എടുത്തിട്ട് ആ വ്യക്തി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ ആ വ്യക്തിനെ മൈൻഡേ ചെയ്യുന്നില്ല. നിങ്ങളെ തിരിച്ചു നേടാൻ വേണ്ടി പുതിയ ഐഡിയ എല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏത് നിമിഷവും നിങ്ങളെ തന്നെ സ്പൈ ചെയ്യുന്നു, നിങ്ങളെ വന്ന് കാണുന്നുണ്ട്, രഹസ്യമായി നിങ്ങളുടെ എല്ലാ കാര്യം അറിയുന്നുണ്ട് ആ വ്യക്തി. നിങ്ങൾ ഒരു ചാൻസും കൊടുക്കുന്നില്ല ആ വ്യക്തിക്ക്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി വല്ലാതെ വിഷമിക്കുന്നു. നിങ്ങൾ ആരെങ്കിലുമായി സംസാരിക്കുന്നുണ്ടോ, നിങ്ങൾ ആരുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ, അങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ നിൽക്കുന്നെങ്കിൽ നോട്ടം എവിടെയാ? ഇവിടെ ആ വ്യക്തിയുടെ വർക്ക് ചെയ്യുന്നെങ്കിൽ നോട്ടം നിങ്ങൾ പോകുന്ന വഴിയാണ് ആ വ്യക്തിയുടെ നോട്ടം. ഇവിടെ ഡെത്ത് കാർഡാണ്. ഇപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഇനി എടുത്ത് പറയൊന്നും വേണ്ട. ഡെത്തായിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു റീബർത്താണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇനി നല്ലൊരു ലൈഫ് ആ വ്യക്തിക്ക് നിങ്ങൾ മൊത്തിട്ടുള്ള ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങൾ, പഴയ ആ നിമിഷങ്ങളാണ് ആ വ്യക്തിക്ക് വേണ്ടത്. ഇനി പഴയത് പറഞ്ഞ് അടി ചെയ്യാനൊന്നും നിൽക്കല്ലേ എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളോട്. നല്ലൊരു അടിപൊളിയായിട്ട് പോകണം എന്നൊക്കെയാണ് ആ വ്യക്തി വിചാരിക്കുന്നത്. അപ്പം അത്രത്തോളം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. അതാണ് ഇനി പഴയത് പറഞ്ഞ് അടി കഴിയാനൊന്നും കയ്യിലാന്നാണ് പറയുന്നത് ആ വ്യക്തി. നിങ്ങളുടെ സാമീപ്യം ഇല്ലാതായപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായി നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്നും നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ ഇരട്ടി ആൾക്ക് നിങ്ങളെ സ്നേഹിക്കണം. അതുകൊണ്ട് ഇനി പഴയത് പറഞ്ഞ് അടി കഴിയാനൊന്നും കയ്യല്ലേ എന്നാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങളോട്. ആ വ്യക്തിക്ക് എന്ത് വേണമെങ്കിൽ കിട്ടാൻ ഇവിടെ ഇഷ്ടംപോലെ ഒരുപാട് കപ്പ് ഓഫ് ലെവൽ ആ വ്യക്തിക്ക് ഉണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അതൊന്നും സമാധാനം കിട്ടുന്നില്ല. ആ വ്യക്തിയുടെ ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ആ വ്യക്തിയുടെ യഥാർത്ഥ പാർട്ട്ണറായിട്ട് ആ വ്യക്തി കാണുന്നത് നിങ്ങളെയാണ്. നിങ്ങൾക്ക് ഒരു അത്രക്കൊരു ആ വ്യക്തിയുടെ ഒരു ഉള്ളിലൊരു തിജ്വാല പോലെ ഒരു ആ പ്രണയം അങ്ങനെ കത്തി നിൽക്കുകയാണ്. അതങ്ങനെ ആർക്കും കെടുത്താൻ പറ്റുന്നതല്ല. നിങ്ങൾ പോയാലും ആ വ്യക്തിക്ക് എത്രയെല്ലാം കപ്പ് ഓഫ് ലോ കിട്ടുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. തേർഡ് പാർട്ടിക്ക് വേണ്ടി തേർഡ് പാർട്ടീനെ അനുകരിച്ച് സംസാരിക്കുകയെല്ലാം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായെന്ന് വെച്ചിട്ട് ആ വ്യക്തി തല കുത്തി നിൽക്കുകയാണ്. ഒരു അടിയെടുത്ത് മുന്നോട്ട് നിങ്ങൾ വെക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ നിങ്ങളിൽ നിന്നുണ്ടായ ആ ഒരു പെരുമാറ്റം അത് ആ വ്യക്തിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുന്നൊന്നും ആ വ്യക്തിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വന്നാൽ നിങ്ങൾ ഇനി ആദ്യം റിജക്റ്റ് ചെയ്യുമോ? കണ്ണും കൈയും കെട്ടി നിൽക്കുന്നത് കാലുണ്ട്, വേണമെങ്കിൽ വരാൻ പറ്റുന്നില്ല, ഒരടി എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പെരുമാറ്റം ആ വ്യക്തിനെ നെഗറ്റീവ് ചിന്തയിലേക്ക് നയിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്പാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്.
നിങ്ങൾ ഒത്തു കഴിഞ്ഞ ആ ഓർമ്മകളിലാണ് ആ വ്യക്തി. നിങ്ങൾ ചിലപ്പം കുറച്ച് പേരെങ്കിലും ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരെല്ലാവാം. അതിൻ്റെ ഓർമ്മകൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അപ്പം ആ ഒരു നിങ്ങളും ഒത്തിട്ടുള്ള ആ ഒരു എന്തൊരു സന്തോഷമായിരുന്നു. ആ ഒരു സന്തോഷം പിന്നെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ആ സന്തോഷം എനിക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ആ വ്യക്തി അതിന് ഒരുപാട് എഫേർട്ട് ഇട്ട് വരുന്നുണ്ട്. ആ വ്യക്തി എന്ത് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നതെങ്കിലും അത് സ്റ്റേബിളായിട്ട് എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ക്ലാരിഫിക്കേഷൻ എടുക്കാം. സെവൻ ഓഫ് പെൻറ്റിക്കൽ. ആ വ്യക്തിക്ക് ഇത്രയും ഡീപ്പായിട്ട് അത്രയും ഒരു സ്ട്രോങ് ആയ അടിത്തറയോടുകൂടിയുള്ള ഒരു ലൈഫ് നിങ്ങൾ ഒത്തിട്ട് വേണം. അതിലാരും കയറി ഇടപെടാൻ പാടില്ല. ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ വിഷമം ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സും വിഷമിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും കിട്ടിയ ആ ഒരു റിജക്ഷൻ ആ വ്യക്തിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അതിന് നിങ്ങളെ സാവധാനത്തിലെടുക്കുന്നതെങ്കിലും അത് സ്റ്റേബിൾ ആയിരിക്കണം എന്നാണ് ആ വ്യക്തി ചിന്തിച്ചു വരുന്നത്. ആ റൂട്ട് പോയതുപോലെ അടിത്തറയോടുകൂടെ നിങ്ങളെ ആ വ്യക്തിക്ക് വേണം. മജിഷ്യനാണ് ആ വ്യക്തി. അതിനുവേണ്ടി എല്ലാ മാജിക്കും എന്ത് മാജിക്ക് കാണിച്ചിട്ടായാലും നിങ്ങളെ നേടിയിട്ട് ആ വ്യക്തി വരും. അതിനുവേണ്ടി ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടി എന്തൊക്കെ ഇച്ചപ്പടി വിദ്യ കാണിക്കണമെങ്കിലും ആ വ്യക്തി അത് നടത്തിയിട്ട് നിങ്ങളെയും കൊണ്ട് എംപ്രസിനെ നേടിയിട്ട് ആ വ്യക്തി വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതിനുള്ള കഴിവും പവറും ആ വ്യക്തിക്കുണ്ട്. മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും പവറുണ്ട്. എന്ത് മാന്ത്രിക വിദ്യ നടത്താനും ആ വ്യക്തിക്ക് കഴിവുണ്ട്. നിങ്ങളുടെ മനസ്സ് അറിഞ്ഞ് ആ വ്യക്തിക്ക് അറിയാം എവിടെ എന്ത് ചെയ്യണമെന്ന്. അതാണ് മജിഷ്യൻ പറയുന്നത്. ആ വ്യക്തി അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടിലാണ് ആ വ്യക്തി. എന്തും ചെയ്യും. നോക്കാം. യെസ് ആണ്. ക്യൂൻ ഓഫ് കപ്പാണ് കേട്ടോ. യെസ് ആണ്. നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നാണ്. നമുക്ക് ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ് ആണ് നോക്കിയാൽ. വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും സർവ ഐശ്വര്യമാണല്ലേ. ഭഗവാനും ലക്ഷ്മി ദേവിയും പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യവും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ച് ജീവിക്കാൻ പറ്റും എന്നാണ് ഭഗവാനും ദേവിയും മാതയും പറയുന്നത്. എന്താണ് ആ വ്യക്തിയുടെ സോൾ മെസ്സേജ് എന്താണെന്ന് നോക്കിയാലോ. എന്താണ് ആ വ്യക്തിയുടെ സോൾ മെസ്സേജ്? യു ആർ പെറ്റി. നീ എൻ്റെ സുന്ദരിയാണെന്ന് പറഞ്ഞു. ഐ ആം നോട്ട് അവൈലബിൾ. ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. തേർഡ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചും തേർഡ് പാർട്ടിക്ക് വേണ്ടി കോമാളിയായും അങ്ങനെയെല്ലാം ഞാൻ പോയി. അതുകൊണ്ട് തന്നെ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. ഐ ആം നോട്ട് അവൈലബിൾ എന്നാണ് പറയുന്നത്. ഐ ആം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. ഞാനൊരു മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ്. സോ മെനി തിങ് റിമൈൻഡ് മീ ഓഫ് യു. ഒരുപാട് കാര്യങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. പെയിൻഫുൾ മെമ്മറി. ഇത്രയും പെയിൻഫുള്ളായ മെമ്മറി ആയിരുന്നു. ഐ വാണ്ട് യു. ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് വേ അഗെയിൻ. എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. ഞാൻ എന്നും നിന്നെ ഓർക്കുന്നു. ഐ ലവ് യു അൺകണ്ടീഷണലി. ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. കുറച്ച് ക്ലൂസ് എടുക്കാം.
ടൂറിസ്റ്റ്. അശ്വതി ആഗസ്റ്റ്. ശിവപാർവതി കളർഫുൾ ഡ്രസ്സ്. ഫോട്ടോഗ്രാഫി. ഫിറ്റ് ബോഡി. സോഷ്യൽ മീഡിയ. വയനാട് സി. ഷാർപ്പ് നോസ്. സ്മോൾ സെപ്പറേഷൻ പീരീഡ്. എക്സ്പെക്ട് മിറാക്കിൾ. ഈഗോ. യൂണിവേഴ്സ് ബ്ലെസ്സിംഗ്. ട്രെയിനർ. കെ. വിശാഖം. ഡി. കോഴിക്കോട്. ലോർഡ് കൃഷ്ണ. ഇൻഡ്യൂഷൻ 1977. ആക്ടർ ചെന്നൈ. ഡിസംബർ കോട്ടയം. 666. ഇടുക്കി എൻ. 2 days. കൊല്ലം ഐ. രാജസ്ഥാൻ. പ്രമോഷൻ എസ്. ആലപ്പുഴ. ഇമ്മച്ചൂട്. എ. കാസർഗോഡ്. ബ്ലാക്ക് ഷർട്ട്. രേവതി അക്കൗണ്ടന്റ്. നെക്സ്റ്റ് മന്ത്. പാലക്കാട് എച്ച്. സ്റ്റുഡൻറ്. സംസാരിക്കാൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. താങ്ക് യു.